ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം രാജഗുഹ്യ യോഗം. ശ്ലോകം 25 മുതൽ. യാന്തി ദേവവൃതാൻ ദേവാൻ പിതॄൻ യാന്തി പിതൃവ്രതാഹം ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മദ്യാദിനോപിമം. ദേവാരാധകന്മാർ ദേവന്മാരെ പ്രാപിക്കുന്നു, പിതൃക്കളെ പൂജിക്കുന്നവർ പിതൃക്കളെ പ്രാപിക്കുന്നു, ഭൂതങ്ങളെ ആരാധിക്കുന്നവർ ഭൂതങ്ങളെ പ്രാപിക്കുന്നു, എന്നെ തന്നെ ഭജിക്കുന്നവർ എന്നെ പ്രാപിക്കുന്നു. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയസ്യതി തദഹം ഭക്ത്യുപകൃതാമസ്നാമി പ്രിയതാത്മനാഹം. പത്രം, പുഷ്പം, ഫലം, ജലം എന്നിവ ഭക്തിയോടുകൂടി എനിക്കായി നിവേദിക്കുന്ന ഏകാഗ്രചിത്തൻ്റെ ആ ഭക്തിപൂർവകമായ വഴിപാടിനെ ഞാൻ കൈക്കൊള്ളുന്നു. അർജുന, നീ ഏതൊന്നു ചെയ്യുന്നുവോ, ഏതൊന്ന് അനുഭവിക്കുന്നുവോ, ഏതൊന്നു ഹോമിക്കുന്നുവോ, ഏതൊന്നു നൽകുന്നുവോ, ഏതൊരു തപസ്സു ചെയ്യുന്നുവോ അതൊക്കെയും എന്നിൽ സമർപ്പിച്ചാലും ശുഭാശുഭഫലൈരേവം മോക്ഷസി കർമ്മബന്ധനൈ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപേക്ഷസി. ഇങ്ങനെയായാൽ പുണ്യപാപങ്ങളെ സംബന്ധിച്ചുള്ള കർമ്മബന്ധങ്ങളിൽ നിന്ന് നീ മുക്തനാകും. പരിത്യാഗശീലത്തോടുകൂടി ആ മുക്തൻ എന്നെ പ്രാപിക്കുന്നു. സമോഹം സർവഭൂതേഷു നമീനേഷോസ്യ ന പ്രിയഹം യേ ഭജന്തി മാം ഭക്ത്യാ മയി തേഷു ചാപ്യഹം. ഞാൻ ഭൂതങ്ങളിലെല്ലാം സമഭാവത്തോടുകൂടി ആണ് വർത്തിക്കുന്നത്. എനിക്ക് ശത്രുവില്ല, ഇഷ്ടനുമില്ല. എന്നാൽ എന്നെ ഭക്തിയോടുകൂടി ഭജിക്കുന്നവർ എന്നിലും ഞാൻ അവരിലുമുണ്ട്. അപിചേൽ സുദുരാചാരോ ഭജതി മാമനന്യഭ സാധുരേവ സമന്തവ്യഹം സമഗ്യവിസദോ ഹി സഹം. ഏറ്റവും ദുരാചാരനായവൻ തന്നെ എന്നെ ഏകാഗ്രചിത്തനായി ഭജിക്കുന്നുവെങ്കിൽ അവനെ ശിഷ്ടനായി കരുതാം. അവൻ ശരിയായ ദൃഢവ്രതനാണ്. ക്ഷിപ്രം ഭവതി ധർമാത്മാശ്വസ്യന്തി ന ഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്തഃ പ്രണശ്യതി. അവൻ വേഗത്തിൽ ധർമാത്മാവായി തീർന്ന് ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുന്നു. എൻ്റെ ഭക്തൻ അല്ലയോ അർജുന, നശിക്കുന്നില്ലെന്ന് ഉറപ്പായി കരുതിയാലും മാം ഹി പാഥാവ്യപാശ്രത്യേഭ്യസ്യോഹ പാപയോണയാഹം സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്രാസ്തേപി യാന്തി പരാം ഗതിം. അർജുന, സ്ത്രീകളോ വൈശ്യരോ ശൂദ്രരോ നീചകുലജാതന്മാരോ ആരായിരുന്നാലും എന്നെ ഭജിക്കുന്നവർ പരമഗതിയെ പ്രാപിക്കുന്നു. കിം പുനർബ്രഹ്മണാഃ പുണ്യ ഭക്ത രാജർഷയസ്തഥാം അനിത്യമസുഖം ലോകാമിമം പ്രാപ്യ ഭജസ്വ മാം. അങ്ങനെയിരിക്കെ പുണ്യവാന്മാരായ ബ്രാഹ്മണരെയും ഭക്തരായ രാജർഷികളെയും കുറിച്ച് പറയേണ്ടതുണ്ടോ? അനിത്യവും സുഖഹീനവുമായ ഈ മനുഷ്യലോകത്തെ പ്രാപിച്ചിരിക്കുന്നതിനാൽ എന്നെ ഭജിച്ചാലും. മന്മനാഭവമൽഭക്തോ മദ്യാദീമാം നമസ്കരോ മമൈവേഷസ്യ യുക്തൈവാമാത്മാനം മൽപരായണാഃ. എന്നിൽ മനസ്സുവെച്ച് എന്നിൽ ഭക്തിയോടുകൂടി എന്നെ പൂജിക്കുകയും എന്നെ നമസ്കരിക്കുകയും ചെയ്യുക. ഇങ്ങനെ എന്നെ തന്നെ വിചാരിച്ചുകൊണ്ട് മനസ്സ് എന്നിൽ ചേർത്താൽ എന്നെ തന്നെ നീ പ്രാപിക്കും. രാജഗുഹ്യ യോഗം എന്ന 9-ാം അധ്യായം സമാപ്തം.